വെൽക്കം ടു സിവിൽ മെൻറ്റേഴ്സ് ടിപ്സ്. മെയ് 24 നടക്കാൻ പോകുന്ന സർവേയർ ഗ്രേഡ് 2 എക്സാമിൻ്റെ സിലബസ് പ്രകാരമുള്ള വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ്റെ പാർട്ട് 3 MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. തുടർന്ന് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടേംഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി? ഓപ്ഷൻസ് ആർ ഡെൻസിറ്റി, വോളിയം, മാസ്, സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പം ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡിയുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, മാസ്. മാസിൻ്റെ ഡെഫിനേഷൻ ആണ് മാസ് ഈസ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡിയാണ്. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡിനെയാണ് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ആൻസർ. അടുത്തത് 65th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് അട്രാക്റ്റഡ് ബൈ ദ എർത്ത് ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ? ഓപ്ഷൻസ് ആർ മാസ്, വെയ്റ്റ്, വോളിയം, ഡെൻസിറ്റി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വെയ്റ്റ് ആണ്. വെയ്റ്റിൻ്റെ ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് 66ാമത്തേത്, വാട്ട് ഈസ് കോൾഡ് മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ്? മാസ് പെർ യൂണിറ്റ് വോളിയത്തിനെ എന്താണ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻസ് ആർ മാസ്, വെയ്റ്റ്, ഡെൻസിറ്റി, വോളിയം. ഏതായിരിക്കും? ഡെൻസിറ്റിയുടെ ഡെഫിനേഷനാണ്, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഡെൻസിറ്റി ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ഈസ് 67th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൾഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്? അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി ടു ദാറ്റ് ഓഫ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് ഓർ വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിനെ പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷനാണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അടുത്തത് 68th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാണാൻ പറ്റില്ല, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിൻ്റെ ഡെൻസിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലൂമിനിയത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 ആണ്. 2.7 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. 2.7 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് അലൂമിനിയത്തിൻ്റെ ഡെൻസിറ്റി. ഇനി 69th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് ഇഫ് ദ ഡെൻസിറ്റി ഓഫ് എ ബോഡി ഈസ് 7.6 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആൻഡ് ഇറ്റ്സ് വോളിയം ഈസ് 25 സെൻറ്റിമീറ്റർ ക്യൂബ്? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാസ് ആണ്. ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് എങ്ങനെ കാണാം? നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് 7.6 ഇൻറ്റു 25 ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 190 ഗ്രാംസ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഈസ് 70th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ് ഇഫ് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഈസ് 19.5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെൻസിറ്റി തന്നിട്ടുണ്ട് 19.5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ്. നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. എന്തായിരുന്നു? ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ദാറ്റ് ഓഫ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഇവിടെ സോളിഡിൻ്റെ തന്നിട്ടുണ്ട് 19.5 എന്ന്. ബാക്കി ആ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പം 19.5 ഡിവൈഡ് ബൈ 1 ചെയ്യുമ്പം അതേ നമ്പർ തന്നെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ, 19.5. ഓക്കെ, ഇനി 71th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഇൻ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ആൻ അയൺ ക്യൂബ് ഇഫ് വെയ്റ്റ് 4.8 കിലോഗ്രാം ആൻഡ് വോളിയം ഈസ് 640 സെൻറ്റിമീറ്റർ ക്യൂബ്? ഇവിടെ ഡെൻസിറ്റി ഇൻ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിൽ ചോദിച്ചിരിക്കുകയാണ്. വെയ്റ്റും തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മാസ് ബൈ വോളിയം എന്ന് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഇതും അപ്ലൈ ചെയ്താൽ മതി, വെയ്റ്റ് ബൈ വോളിയം. അത് ചെയ്യുമ്പോഴത്തേക്കും അതായത് കിലോഗ്രാമിനെ ഗ്രാം ആക്കണം. അപ്പം 4.8 കിലോഗ്രാമിനെ ഗ്രാം ആക്കുമ്പോൾ നമുക്ക് 4800 എന്ന് കിട്ടും. 4800 ഡിവൈഡ് ബൈ 640 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്, 7.5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. നെക്സ്റ്റ് ഈസ് 72. What is the volume of mercury in centimeter cube if mass of mercury is 1 kilogram and density is 13.6 gram per centimeter cube? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് വോളിയം ആണ്, മാസും അതുപോലെ തന്നെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ ആൻസർ വരുന്നത് 73.53 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതായത് മാസ് ബൈ ഡെൻസിറ്റി ആണല്ലോ വോളിയം ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ നമ്മൾ അത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് 1 കിലോഗ്രാമിനെ 1000 ആക്കുമ്പോൾ 1000 ഡിവൈഡ് ബൈ 13.6. അതിൻ്റെ ആൻസർ ആണ് 73.53. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് ഇൻ ഗ്രാം ഇഫ് എ ഫോഴ്സ് ഓഫ് 15 dynes acting on a mass m producing an acceleration of 2.5 centimeter per second square. അപ്പം നമുക്കറിയാം ഇവിടെ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഫോഴ്സും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്സലറേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് മാസ് ആയതുകൊണ്ട് മാസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ആക്സലറേഷൻ വരും. അതായത് 15 ഡിവൈഡഡ് ബൈ 2.5 എന്നുള്ള ഫോർമാറ്റിലാണ് വരുന്നത്. 15 ഡിവൈഡ് ബൈ 2.5. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 6 grams ആണ് കിട്ടുന്നത്. അടുത്തത് 74th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റൽ ഇഫ് ദ പീസ് ഓഫ് മെറ്റൽ വെയ്റ്റ്സ് 150 gram ഇൻ എയർ ആൻഡ് 125 gram ഇൻ വാട്ടർ. അപ്പം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് എ ഗിവൺ റഫറൻസ് മെറ്റീരിയൽ. നമ്മൾ വാട്ടറാണ് റഫറൻസ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത്. അപ്പം ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ബൈ വെയിറ്റ് ഓഫ് ദ സെയിം വോളിയം ഓഫ് വാട്ടർ എന്ന് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും അല്ലേ. അപ്പം ഡെൻസിറ്റിന് പകരം നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻ ടേംസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ബൈ വെയിറ്റ് ഓഫ് ദ സെയിം വോളിയം ഓഫ് വാട്ടർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വെയിറ്റിൻ്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ എന്നുള്ള ഇക്വേഷനാണ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. ഇനി നമുക്കറിയാം ബോയൻസി അല്ലെങ്കിൽ അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അപ്വേർഡ് ഫോഴ്സ് ദാറ്റ് ഫ്ലൂയിഡ് എക്സേർട്സ് വിച്ച് ഓപ്പോസസ് ദ വെയിറ്റ് ഓഫ് ആൻ ഇമേഴ്സ്ഡ് ഒബ്ജക്റ്റ്. അപ്പം ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബോയൻസി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടർ ആണ്. ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വെയിറ്റിനെയാണ് ബോയൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ തിയറി ഉള്ളതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണാൻ പറ്റും? ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 150 gram എയറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 125 gram വാട്ടറിലുമാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്ഡ് കാണാനായിട്ട് 150 മൈനസ് 125 ചെയ്യണം. അപ്പം എന്താണ് കിട്ടുന്നത്? 25 grams എന്ന് കിട്ടും. ദാറ്റ് ഈസ് അതാണ് വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടർ. എന്നിട്ട് ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷനിൽ. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം അത് 150 ആയിട്ട് എടുക്കണം. മെറ്റൽ വെയിറ്റ്സ് 150 ഇൻ എയർ ആണ്. അപ്പം അത് ചെയ്യുമ്പോൾ 150 ഡിവൈഡഡ് ബൈ 25 ചെയ്താൽ മതി സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ എത്ര കിട്ടും? 6 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ഈസ് 75. വാട്ട് ഈസ് ദ വോളിയം ഓഫ് മെർക്കുറി ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ് ഇഫ് mass of mercury is 136 gram and density of mercury is 13.6 gram per centimeter cube. അപ്പോൾ വോളിയം ഓഫ് ദ മെർക്കുറി ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മാസ് ഓഫ് മെർക്കുറിയും തന്നിട്ടുണ്ട്, ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ആ സെയിം ഇക്വേഷനിൽ ചെയ്താൽ മതി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വോളിയം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 136 ഡിവൈഡ് ബൈ 13.6 എന്നുള്ള ഇക്വേഷനാണ്, എന്നുള്ള ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 10 centimeter cube ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് 76th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബ്ലോക്ക് വെയിറ്റ് ഇൻ കിലോഗ്രാം ഇഫ് വോളിയം ഈസ് 320 centimeter cube ആൻഡ് ഡെൻസിറ്റി 8.9 gram per centimeter cube. ബ്ലോക്കിൻ്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, വോളിയവും ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പം സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇത് സെയിം ആയിട്ട് സെയിം ഫോർമാറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2.848 kilogram ആണ്. Next is 77th question. What is the specific gravity of the metal if it weighs 6.5 kilogram in air and 3.5 kilogram in water? അപ്പം നമ്മൾ 74th question കണ്ടിരുന്നു. സിമിലർ ആയിട്ടുള്ളതാണ് 77th. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? ബോയൻസി അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് 6.5 മൈനസ് 3.5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും അല്ലേ. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് ദ വാട്ടർ ബൈ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വെയിറ്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6.5. വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പോൾ 6.5 ഡിവൈഡ് ബൈ 3 കിട്ടും. അപ്പം സിമിലർ ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 2.166 ആണ്.
ഇനി 78th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വെയിറ്റ് ഫോഴ്സ് ഓഫ് എ കാർ വിച്ച് ഹാസ് എ മാസ് ഓഫ് 800 കിലോഗ്രാം ആൻഡ് ഇവിടെ തന്നിട്ടുണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് വെയിറ്റ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാസും ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം വെയിറ്റ് ഈസ് ഇക്വൽ ടു m/g ആണ്. അപ്പം 800 × 9.81 ചെയ്താൽ മതി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് 7848 ആണ്. അതായത് 800 × 9.81 ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 7848 ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ് ഈ 79th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ സ്പീഡ്? സ്പീഡിൻ്റെ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ഡിസ്റ്റൻസ് ഇൻ ഡിഫിനിറ്റ് ഡയറക്ഷൻ ഡിവൈഡ് ബൈ ടൈം, ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡ് ബൈ ടൈം. നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്പീഡ്? ഓപ്ഷൻസ് ആർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മീറ്റർ പെർ മിനിറ്റ്, മീറ്റർ പെർ ഹവർ. സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിൻ്റെ യൂണിറ്റ്. നെക്സ്റ്റ് ഈസ് 81th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ വെലോസിറ്റി? വെലോസിറ്റിയുടെ ഫോർമുല ഓപ്ഷൻസ് ആർ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ഈസ് 82th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ വെലോസിറ്റി എന്നാണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. വെലോസിറ്റിയുടെ ഫോർമുല ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനോട് ഈക്വൽ ആണ്. അപ്പം മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ യൂണിറ്റ്. ഇനി 83 പറയുന്നത് വാട്ട് ഈസ് കോൾഡ് ഇഫ് എ ബോഡി പൊസസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഓർ സൈസ് എലോൺ. മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ സൈസോ മാത്രം ബോഡി പൊസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പറയുന്നതെന്നാണ്. സ്പീഡ്, വെലോസിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ എന്തായിരിക്കും? ഡയറക്ഷൻ ഇല്ലാണ്ട് മാഗ്നിറ്റ്യൂഡ് മാത്രം പൊസസ് ചെയ്യുന്നതിനെ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കൂടി ഉള്ളതിനെയാണെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്നായിരിക്കും പറയുന്നത്. ഇനി 84th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കോൾഡ് ഇഫ് എ ബോഡി പൊസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഏതായിരിക്കും അതിൻ്റെ ആൻസർ? വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലേ. അപ്പം 84th ക്വസ്റ്റ്യൻ്റെ ആൻസർ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ് ഈസ് 85. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോഡീനെ എന്താണ് പറയുന്നതെന്നാണ്. ഓപ്ഷൻസ് ആർ ബോഡി അറ്റ് റെസ്റ്റ്, ബോഡി അറ്റ് മോഷൻ, സ്പീഡ്, വെലോസിറ്റി. ഓപ്ഷൻ ഡി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോഡീനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി. ഇനി 86th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കോൾഡ് ഇഫ് എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്? അതായത് ഒരു ബോഡി അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് എങ്കിൽ അതിന് എന്താണ് പറയുന്നതെന്നാണ്. അതിനെ നമ്മൾ പറയുന്നത് ബോഡി ആറ്റ് റെസ്റ്റ് എന്നാണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇതിൻ്റെ ആൻസർ ബോഡി ആറ്റ് റെസ്റ്റ് എന്നാണ് പറയുന്നത്.